ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്ത്യ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കൂടെയുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റാണ്. കേരളത്തിൽ മലയാളത്തിൽ വളരെ പ്രസക്തമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ച എഴുത്തുകാരനായിട്ടുള്ള AR കൊടിയത്തൂരാണ്. അദ്ദേഹം മറ്റൊരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് രണ്ട് രീതിയിലൊന്ന്, ഇപ്പോൾ സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ സമയത്ത് ഈ പുസ്തകം ഇതിൻ്റെ വിഷയമൊക്കെ കുറച്ച് ഗൗരവമാണ്. ഒപ്പം തന്നെ ഈ ഒരു കാലത്തെ സംബന്ധിച്ചും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക്, മുസ്ലിങ്ങളുടെ ഇടപെടലുകൾ, മുസ്ലിങ്ങളുടെ നേതൃത്വം, ഈ വിഷയങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട, വളരെ അത്രയും ആവശ്യമുള്ള സമൂഹത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വർക്കുകൾ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത്തരമൊരു വിഷയത്തിലേക്ക്, ഇത്തരം ഒരു ഗ്രന്ഥത്തിലേക്ക്, ഇത്തരമൊരു വർക്കിലേക്ക് സ്ഥലത്താനുള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു, ഒരു തുടക്കം എങ്ങനെയായിരുന്നു? അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പല മുസ്ലിങ്ങളുടെയും പേരുകൾ മായ്ക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അതായത് കേന്ദ്ര സർക്കാരും മറ്റുമൊക്കെ ഇവിടെ മുസ്ലിങ്ങൾ വഹിച്ച പങ്കിനെ മറച്ചു വെച്ചുകൊണ്ട് അതിനെ മറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു മുസ്ലിങ്ങളുടെ പങ്ക്. ഞാൻ ഈ പ്രസാധകർക്ക് 4 ടൈറ്റിൽ കൊടുത്തിരുന്നു, പക്ഷേ അവർ തിരഞ്ഞെടുത്തത് ഇതാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കുമ്പോൾ മുസ്ലിങ്ങളാണ് കൂടുതലായിട്ടും ഈ രംഗത്തേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുകളിൽ രേഖപ്പെടുത്തപ്പെട്ട പേരുകളിൽ ബഹുഭൂരിഭാഗവും മുസ്ലിങ്ങളുടെ പേരുകളാണ് എന്നാണ് പറയുന്നത്. ഞാനത് അടുത്ത് പോയി എന്നുള്ളതല്ലാതെ അത് മുഴുവൻ വായിക്കാനോ അത് എനിക്ക് കഴിഞ്ഞിട്ടില്ല. അറിയപ്പെട്ട ചരിത്രം അനുസരിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും മുസ്ലിങ്ങളുടെ വലിയ പങ്കുണ്ടായിരുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പണ്ഡിതന്മാരുടെ പങ്ക്. ഇപ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയിരിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം, അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം കൊണ്ട് അത് വായിച്ചതിനാൽ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞ ഒരുപാട് മുസ്ലിം ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ്റെ ഇംഗ്ലീഷ്, മലയാളം, ഇത് മലയാളം പരിഭാഷ, അതിൻ്റെ അറബിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്, അതിൻ്റെ അറബി, ഇതാണ് ശരിക്ക് ലാംഗ്വേജ്. അറബിക് ലാംഗ്വേജിലാണ് അദ്ദേഹം സൈനുദ്ദീൻ മഖ്ദൂം പുസ്തകം എഴുതിയിരിക്കുന്നത്. പല ഭാഷകളിലേക്കും വന്നിട്ടുണ്ട്. ഇത് തുഹ്ഫത്തുൽ മുജാഹിദീൻ്റെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഇത് നമ്മുടെ KKN കുറുപ്പ്, NM അബ്ദുൽ ഖാദർ തുടങ്ങിയ ഒരു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർക്കാണിത്. ഇതിൽ ഒരു സൗജന്യമായിട്ട് ലൈബ്രറികൾക്ക് അവർ അയച്ചു കൊടുക്കുകയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ശരിക്കൊരു കേരള മുസ്ലിങ്ങൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. അതെ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം, അതുപോലെ ഒരുപാട് പേര്. ഇപ്പം ഈ IPH ഇറക്കിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ KM ബഹാവുദ്ദീൻ, കേരള മുസ്ലിങ്ങൾ പോരാട്ടത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഖാദി മുഹമ്മദ്, അദ്ദേഹം എഴുതിയിരിക്കുന്ന അറബിയിലുള്ള പുസ്തകം, ഇതൊക്കെ തന്നെ മുസ്ലിങ്ങൾക്ക് ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്കെതിരെ സമരം നടത്താൻ വേണ്ടിയുള്ള ആവേശമുണ്ടാക്കി. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ നാട്ടിൽ ചെറുവാടി ഭാഗത്ത്, ചെറുവാടി വലിയ ജുമാഅത്ത് മസ്ജിദിൽ, അവിടെ ഇപ്പോഴും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ, ശുഹദാക്കളുടെ മക്ബറയുണ്ട്. 64 പേര് അവിടെ ഷഹീദായിട്ടുണ്ട്. അതിൽ വളരെ റയർ ചരിത്രമാണ്. ബ്രിട്ടീഷുകാർക്ക് എന്നും അനുകൂലമായി നിന്ന ഒരു വിഭാഗമാണ് അധികാരി വർഗം. വില്ലേജ് ഓഫീസർ, നമ്മുടെ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ അധികാരി, ഇവിടുത്തെ അധികാരി ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന് ഈ ജനങ്ങളെ നയിച്ച് അവർക്കെതിരെ പോരാടി ഷഹീദായ ആൾക്കാർ. ഇതിൽ വേറൊരു ചരിത്രമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് ഉള്ളൊരു ക്ഷേത്രമാണ് തൃക്കളയൂർ ക്ഷേത്രം. ഈ തൃക്കളയൂർ ക്ഷേത്രത്തിലെ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരും മുസ്ലിങ്ങളും സഹകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിരുന്നത് എന്നാണ്. കൊന്നാർ മുജീബ് തങ്ങൾ കൊന്നാർ, അദ്ദേഹത്തിൻ്റെ വർക്കാണത്, 100 ഖിലാഫത്ത് നായകന്മാർ എന്നുള്ളത്. കൊന്നാർ തങ്ങന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് ആൾക്കാർ, പണ്ഡിതന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിരുന്നു. അവിടെ ബ്രിട്ടീഷുകാർ നേരിട്ട് പോരാട്ടം നടത്തിയ സ്ഥലമാണ് ഈ മുജീബ് തങ്ങൾ കൊന്നാർ. ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം ഈ രംഗത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്താണ് അദ്ദേഹം ഉള്ളത്. അതുപോലെ ഈ ഡോക്ടർ മോയിൻ മലയമ്മ, ഒരുപാട് വർക്കുകൾ അദ്ദേഹം, ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു ഇത്രയും വർക്കുകൾ എങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഇത്തരത്തിൽ അത്രയും വായനയിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ പങ്ക് സ്വാതന്ത്ര്യ സമരത്തിൽ കാണാൻ കഴിയുകയും എന്നാൽ അതേസമയം സ്വാതന്ത്ര്യ സമരത്തിലുള്ള മുസ്ലിങ്ങളുടെ പങ്ക് വെട്ടാൻ ചില ആളുകൾ നിക്ഷിപ്ത തൽപരർ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇതൊരു പുസ്തകത്തിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ്. അപ്പോൾ എത്ര കാലത്ത് വർക്കായിരുന്നു ഇത്? എത്ര കാലം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്? ട്രെൻഡ് ബുക്സിൻ്റെ നമ്മുടെ മാനേജിങ് ഡയറക്ടർ TP ചെറുപ്പ, അദ്ദേഹം ഇപ്പോൾ സുപ്രഭാതത്തിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ
മുഷ്താഖ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തു തരണം. അപ്പോൾ ഞാനത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾ ഞാൻ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്നേ വായനയിലുണ്ട് വിഷയം. പിന്നീട് ആ ഒരു സബ്ജക്റ്റ് തലയിൽ കയറിയപ്പം ഒരുപാട് സംഗതികൾ ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഈ ശേഖരണത്തിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ കണ്ടു, സംസാരിച്ചു, അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വർക്ക് എന്ന് പറഞ്ഞുകൂടാ. കാരണം ഒരുപാട് റെഫറൻസുകളിൽ നിന്ന് കോർത്തിണക്കി പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു പുസ്തകം. അപ്പം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റി പറയുകയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10ഓളം പുസ്തകങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ലൈബ്രറിയിൽ കൊണ്ടുവച്ചാൽ പറയണം. ഇതൊക്കെ റെയറായിരുന്നു. ഈ ഒരു സാധനം അന്ന് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. എം റഷീദ് എഴുതിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നുള്ളത്. ഇത് എൻ്റെ സ്നേഹിതൻ പി അബ്ദുറഹ്മാൻ സാഹിബ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ശേഖരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബുക്കുകൾ കണ്ടെത്തി അതിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ ചാപ്റ്റർ തയ്യാറാക്കിയത്. അതുപോലെ മൊയ്ദ് മൗലവി, ഈ മൊയ്ദ് മൗലവിയുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നു. ഇതിൽ എന്നെ ഏറെ സഹായിച്ച ഒരു കൃതിയാണ് IPH പുറത്തിറക്കിയ ഇസ്ലാമിക വിജ്ഞാനകോശം എന്നുള്ളത്. ഇതിൽ മുമ്പ് മുതലേ തന്നെ ഇസ്ലാമിക വിജ്ഞാനകോശം റെഫർ ചെയ്തിട്ട് ഞാൻ എൻ്റെ അറബി ഭാഷ കേരളത്തിൽ എന്ന പുസ്തകത്തിന് വേണ്ടി ഒരുപാട് ഡാറ്റകൾ അതിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഈ സ്വാതന്ത്ര്യസമര സേനാനികളെ പറ്റി പറയുന്ന ഭാഗങ്ങൾ നോട്ട് ചെയ്യുകയുണ്ടായി. പിന്നീട് അത് 1-ാം വാള്യം മുതൽ 13-ാം വാള്യം വരെയുള്ള എല്ലാവരെയും നോട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിട്ട് ബന്ധപ്പെട്ട ശരിക്കും കൊടിയത്തൂർ മുഹമ്മദ് സാഹിബുമായിട്ട് അങ്ങേയറ്റം ബന്ധമുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കൊടിയത്തൂർ വെച്ച് അവസാനം പ്രസംഗിച്ച് ഇവിടുന്ന് നടന്നു പോകുമ്പോൾ പൊറ്റശ്ശേരി മണാശ്ശേരി എത്തുന്നതിന് മുമ്പ്, ചേന്നമംഗലൂർ കഴിഞ്ഞ് മണാശ്ശേരി എത്തുന്നതിന് മുമ്പ് പൊറ്റശ്ശേരി വെച്ചാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് ഈ ഓർഫനേജ്, മുക്കം മുസ്ലിം ഓർഫനേജിൻ്റെ അവിടെ കോളേജും ഹയർ സെക്കൻഡറിയും ഇതൊക്കെ. പിന്നെ കൊടിയത്തൂർ ഒരു ഹെൽത്ത് സെൻറ്റർ അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ്. ഈ ഭാഗത്ത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ, നിങ്ങൾ ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കട്ടെ കുറച്ച്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സത്യത്തിൽ ഈ മലബാർ ഭാഗത്തല്ല ജനിച്ചത്. അദ്ദേഹം തെക്കൻ കേരളത്തിലാണ് ജനിച്ചത്. ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹം എന്നിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണ്. ഉത്തരേന്ത്യയിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടുമുട്ടിയത് മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി അവിടുത്തെ ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ അധ്യാപകനായിരുന്നു, ഹിസ്റ്ററി അധ്യാപകനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായിട്ട് പരിചയപ്പെട്ടു, ഈ വിദ്യാർത്ഥിയുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മുഹമ്മദ് റഹ്മാൻ ഇവിടെയല്ല നിൽക്കേണ്ടത്, നിങ്ങൾ കേരളത്തിലേക്ക് പോകണം, കേരളത്തിലേക്ക് പോയി ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിങ്ങൾ ശക്തമായി രംഗത്തിറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട്ടെത്തിയ അദ്ദേഹം കോഴിക്കോട്ടെ കുറേ ആൾക്കാരുമായി പരിചയപ്പെട്ട് അവിടെ നിന്നും ഒരു പ്രമാണിയാണ് റോസ് വില്ല എന്ന് പറയുന്ന ഒരു വീട് ഇദ്ദേഹത്തിന് കൊടുത്തത്. വീട് മാത്രമല്ല, ഒരു ചുവന്ന കാറും. ഓരോ ദിവസവും അദ്ദേഹത്തിന് പ്രോഗ്രാമായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ അൽ അമീൻ പത്രം, ഈ അൽ അമീൻ പത്രം പുറത്തിറക്കണമെങ്കിൽ അന്നും ഓരോരുത്തരുടെ സഹായം കിട്ടണം. ഓരോ ദിവസവും ലേഖനം എഴുതണം, ഇത് പുറത്തിറക്കണം, ഇതൊക്കെ ഡ്യൂട്ടി. അപ്പോൾ കുറഞ്ഞ കാലം ജീവിച്ച അദ്ദേഹം ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. അപ്പോൾ പലപ്പോഴും ഇദ്ദേഹം പല സ്ഥലത്തും പ്രസംഗിക്കാൻ പോയിട്ട് മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തുമായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമാവണം എന്നുള്ളത് മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എൻ്റെ മനസ്സിനെ തട്ടിയത്, ഈ ബ്രിട്ടീഷുകാർ സിലോണിലെ റങ്കൂണിലേക്കോ മറ്റോ നാട് കടത്താൻ വേണ്ടി മുസ്ലിങ്ങൾ ഒരുക്കി എന്ന് പറഞ്ഞാൽ പച്ച ബെൽറ്റ് ധരിച്ച് നല്ല വെള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് അതിനൊക്കെ ഒരുക്കി മാറ്റി നിർത്തി 100 മുസ്ലിങ്ങളെ തയ്യാറാക്കി നിർത്തിയ വിവരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞപ്പോൾ അവിടുന്ന് കോഴിക്കോട് നിന്ന് അദ്ദേഹം അവിടെ എത്തി ഒരു ഉജ്ജ്വല പ്രഭാഷണം നടത്തി. പക്ഷേ ബ്രിട്ടീഷ് അധികാരികൾക്ക് ഇത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് സത്യത്തിൽ ആ നാട് കടത്തൽ അവസാനിച്ചത്. മുസ്ലിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നാട് കടത്തുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ കാലം ജീവിച്ചെങ്കിലും അദ്ദേഹം ഈ ഒരു സേവനം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സേവനം അങ്ങേയറ്റം വലുതാണ് എന്ന് എടുത്തു പറയേണ്ടത്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ കുറേ പേജുകൾ അദ്ദേഹത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ കൊടിയത്തൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അൽ അമീൻ പത്രത്തിൽ ലേഖനം എഴുതണം, എന്നിട്ട് പോയിട്ട് വൈകുന്നേരം ഉജ്ജ്വല പ്രഭാഷണം നടത്തണം. അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം റോസ്വില്ലയിലേക്ക് തിരിച്ച് എത്തുകയാണ്. ഇങ്ങനെ മലബാറിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ സന്നദ്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. കെ എം മൗലവി ഒരു മുജാഹിദ് പണ്ഡിതനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രൂപത്തിലാണ്. അദ്ദേഹം സത്യത്തിൽ തിരുരങ്ങാടി ഭാഗത്താണ് അദ്ദേഹം ജനിച്ചതെങ്കിലും അദ്ദേഹം നേരെ അങ്ങോട്ട് പോവുകയാണ്, ഏറിയാട്ടേക്ക്. അവിടെ സീതി സാഹിബിൻ്റെ പിതാവ് അവരുമായിട്ട് ബന്ധപ്പെട്ട് കെ എം മൗലവിയുമായിട്ട് ബന്ധപ്പെട്ട കെ മുഹമ്മദ് അബ്ദുൽ കരീം നേരത്തെ രചിച്ചൊരു പുസ്തകമാണത്. ഇത് വായിച്ചപ്പോഴാണ് ഒരുപാട് സംഭവങ്ങൾ
KM മൗലവി അറിയപ്പെടുന്നത് മുജാഹിദ് പണ്ഡിതൻ ആണെങ്കിലും എൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹം ഒരു വലിയ സ്വതന്ത്ര സമര സേനാനിയാണ് മൗലവിയുടെ ശരിക്കും ചരിത്രം പറയുന്ന സമയത്ത് ഒരുപാട്, അതായത് രാഷ്ട്രീയമായിട്ടുള്ള സാമുദായികമായിട്ടും മതപരമായിട്ടും ആദർശപരമായിട്ടും ഓരോ രംഗത്തുള്ള സേവനങ്ങൾ അത്രയും വിശാലമായിട്ട് പറയാറുണ്ടല്ലോ. അതെ. അപ്പോൾ ശരിക്ക് ഇപ്പം ഇസ്ലാഹി പണ്ഡിതന്മാരിൽ ഒരുപാട് ആൾക്കാർ എന്തുണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നണി പോരാളികൾ നിന്നുണ്ട്. അതൊരു വർക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു മുജാഹിദ് സമ്മേളന സോവനിയറിൽ 2 ലേഖനങ്ങളിലായിട്ട് ഇസ്ലാഹി പങ്ക് എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കൊടുത്തത്. പക്ഷേ ഈ പുസ്തകത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഇപ്പോൾ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്നുള്ള ഈ PP മുഹമ്മദ് കോയ പരപ്പിലെഴുതിയ ഈ പുസ്തകത്തിൽ കോഴിക്കോട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഭാഗത്തു നിന്ന് ലഭിച്ച ആ വിവരങ്ങൾ കോർത്തിണക്കിയ ഒരു പുസ്തകമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക്. ഇതിൽ തങ്ങന്മാരെ പറ്റി, തങ്ങൾ, ഈ കൊന്നാരി തങ്ങൾ, അതുപോലെ മമ്പറം തങ്ങൾ, ഇവരൊക്കെ, മമ്പറം തങ്ങളൊക്കെ ശരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്ക് വഹിച്ച ആളാണ്. അദ്ദേഹം ശരിക്കും എൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹം ഒരു ഇസ്ലാഹി പണ്ഡിതനായിരുന്നു പറയാൻ കഴിയും. ട്രെൻഡ് ബുക്സ് സാറിൻ്റെ ഏൽപ്പിച്ച സമയത്ത് തന്നെ സാറിൻ്റെ കുറേ വായനകൾ ഇതിലേക്ക് ചേർന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നേ ഉണ്ടായിരുന്നു, കുറേ ഡാറ്റകൾ മുന്നേ കളക്ട് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇത് പൂർത്തീകരിക്കാൻ ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയ പുസ്തകമാണ്. ഇതിൽ ഏകദേശം എത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾ? ഒരു 300ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി വിവരിക്കുന്നുണ്ട്. അത്രയും വലിയ പുസ്തകമാണ്. ഈ ഇത്ര ഒരു വലിയ പുസ്തകത്തിൻ്റെ ഒരു വർക്ക് സീരിയസ് ആയി തുടങ്ങിയതിനു ശേഷം എത്ര കാലഘട്ടത്തിലാണ് ഇത് പൂർത്തീകരിച്ചത്? ഏകദേശം 2 വർഷമായിട്ടുണ്ട്. 2 വർഷം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ കളക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറെ എളുപ്പമായിട്ടുണ്ട്. ഇതിൽ കളക്ഷൻ ഇപ്പോൾ പറഞ്ഞ പുസ്തകങ്ങൾക്ക് അപ്പുറം സ്വീകരിച്ച ഇപ്പോൾ ആളുകളെ പോയി കാണേണ്ടി വന്നു എന്ന് പറഞ്ഞു. അത്തരത്തിലൊക്കെ ഏതൊക്കെ രീതിയിലാണ് അറിവുകൾ രീതിയിൽ ലഭിച്ചിട്ടുള്ളത്? ചില ആൾക്കാർ ഡയറക്റ്റ് കണ്ടു, ചില ആൾക്കാർ ഫോൺ ചെയ്തു. ഇപ്പോൾ ഡോക്ടർ EK മുഹമ്മദ് സാറിനെ ഞാൻ പല സന്ദർഭത്തിലും ശല്യപ്പെടുത്തിയെന്നാൽ അദ്ദേഹത്തിന് എന്നോട് സുഖമില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തോട് ഡാറ്റകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ, അതായത് ചില സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ വരുമ്പോൾ അത് ദൂരീകരിക്കണമെങ്കിൽ ഇപ്പം പല ആൾക്കാരെയും ഇങ്ങനെ ഈ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന ആൾക്കാരെ, ഇപ്പോൾ തിരൂര് സാദിഖ് അലി എന്നുള്ള ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് 2-3 പുസ്തകങ്ങളുണ്ട് ഈ രംഗത്ത്. അപ്പോൾ അദ്ദേഹം പ്രസാധകൻ മാത്രമല്ല, അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് അദ്ദേഹം മുഹമ്മദ് അലി ജിന്നയെ പറ്റിയുള്ള ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത് മരിച്ചു. എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. പല സന്ദർഭങ്ങളിലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോൾ തന്നെ മണിക്കൂറുകളോളം സംസാരിച്ച് അങ്ങനെ ഏകദേശം ഒരു ധാരണയിൽ എത്താറുണ്ട്. അപ്പോൾ ഇത് വസ്തുതയാണ് എന്നുള്ളത് ഉറപ്പിച്ചിട്ട് മാത്രമേ ഞാൻ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളൂ. അതായത് പോയിന്റ് അല്ലാത്തതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ മൊയ്തു മൗലവിയെ പറ്റി പറയുകയാണെങ്കിൽ മൊയ്തു മൗലവിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ രേഖകൾ പരിശോധിച്ച് മൊയ്തു മൗലവി അനുഭവിച്ച ത്യാഗങ്ങളൊക്കെ നമ്മൾ അറിയുകയാണെങ്കിൽ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുക. അപ്പോൾ മൊയ്തു മൗലവി കോഴിക്കോട് കറപ്പുറത്ത് നിന്ന് ബ്രിട്ടീഷുകാരുടെ അടിയേറ്റ് വീണ് വാരിയല്ലി ജയിലിലായി. അവിടെ ജയിലിലേക്ക് പ്രവേശിക്കുമ്പം ഒരു അടിയുണ്ട്. വരിയല്ലൊക്കെ പൊട്ടുന്ന രൂപത്തിൽ അടി കിട്ടിയെന്നാണ് പറഞ്ഞത്. ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ആദ്യം വാർഡൻ്റെ അടിക്കും. ആ അടി ഏറ്റിട്ടാണ് ജയിലിൽ കിടക്കുന്നത്. എന്നിട്ട് ജയിലിൽ നിന്ന് ഇദ്ദേഹത്തെ കൊണ്ട് എല്ലാവരെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോൾ ഇത് മൗലവി എല്ലാവരുടെയും ഒരു ഇഷ്ടമിത്രമായി മാറി. അപ്പോൾ ഈ കല്ലിങ്ങനെ ഉടച്ചു കൊടുക്കണം, വലിയ പാറക്കല്ല് ഉടച്ച് ചെറിയ കഷ്ണങ്ങളാക്കണം. അപ്പോൾ ഇത് കൊട്ടയിൽ നിറച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ മൊയ്തു മൗലവിയുടെ കൊട്ടയിൽ അടുത്തുള്ളവരൊക്കെ നിറച്ചു കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരും പെരുമാറുക. പക്ഷേ ഇവരൊക്കെ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ജയിലിൽ കിടന്ന് അങ്ങേയറ്റം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കൊന്നും ഒരു പീഡനമില്ല. ഇപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ലൈബ്രറിയിൽ നാളെ ഒരു പ്രോഗ്രാം ഉള്ളപ്പം മുക്കത്ത് പോയി ഒരു സ്റ്റിക്കർ വാങ്ങി ആ സ്റ്റിക്കർ ഇവിടെ ഒട്ടിക്കണം. ഞാൻ ചോദിച്ചു കടക്കാരനോട്, അല്ല ഈ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഷർട്ട് എന്താ? അപ്പോൾ ആ കടക്കാരനൊരു ചോദ്യമുണ്ട്, നമ്മുടെ മുൻഗാമികളായ ആൾക്കാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമുക്കൊരു ഷർട്ട് എന്തെന്ന് ഇത് ചോദിച്ചാൽ പോലെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അതാണ്, ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. അത് നമ്മൾ ആസ്വദിക്കുകയാണ്. സത്യത്തിൽ ഇവരൊക്കെ പോരാടിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ പണ്ഡിതന്മാർക്കൊക്കെ ശരിക്ക് അവർക്ക് ആൾക്കാരുടെ ഭക്ഷണം കഴിച്ച് പള്ളിയിൽ കിടന്നാൽ പോരെ, അതല്ല അവർ ചെയ്തത്. ആലി മുസ്ലിയാരൊക്കെ വളരെ ധീരമായിട്ട് ഈ മുസ്ലിങ്ങളെ ഈ രംഗത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ മുസ്ലിം ചരിത്രം വായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മൂടി വെച്ചാലും അത് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പം വളരെ ഉറുദു സാഹിത്യത്തിലാണ് കാര്യമായിട്ടും ഉത്തരേന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകരെ പറ്റിയുള്ളത്. അപ്പം അതിൻ്റെ വിവർത്തനം കൂടിയാണ് നമ്മുടെ ഈ ഇസ്ലാമിക വിജ്ഞാനകോശത്തിൽ കൊടുത്തിരിക്കുന്നത്. വളരെ ചില ആൾക്കാരെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. അവരെവിടെ ജനിച്ചു എന്താണ് എന്നുള്ളത് മാത്രമേ കിട്ടുള്ളൂ. ഇത് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് ആൾക്കാരുടെ വിവരം ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് ഇനിയും ഉണ്ട് എന്നുള്ള വിവരം അത് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കും. എന്തെങ്കിലും കാലത്ത് ഇത് റിവൈസ് ചെയ്യേണ്ടി വന്നാൽ ആളുകൾ അറിയിച്ചിരുന്നാണോ അതോ പുസ്തകങ്ങളിലൂടെ കിട്ടുന്നതാണോ? ഈ പുതിയ അല്ല, ആളുകൾ അറിയിച്ചു തരും. ഇതിൻ്റെ വായനക്കാർ എന്ന് പറഞ്ഞാൽ
പിന്നെ ഇത് അന്വേഷിച്ച് വരുന്ന വായനക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ 2-3 ഗ്രൂപ്പിലിട്ടതാണ്. എനിക്ക് ഇന്നലെ 6 പേര് ഇങ്ങനെ പുസ്തകം വേണമെന്ന് പറയുന്നത്. ഇന്ന് ഞാനത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് 6 പേർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഇതിന് ആവശ്യക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 100 കണക്കിന് പുസ്തകങ്ങൾ ഞാൻ തന്നെ ചിലവഴിച്ചിട്ടുണ്ട്, പ്രസാധകരും ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അവശ്യ ഘടകമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു രചനയിലേക്ക് കടന്നത്. അതുമല്ല, എനിക്ക് ഈ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാൻ, ചരിത്രത്തിലേക്ക് പോകാൻ ഇതൊരു നിദാനമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുടിയത്തൂർ ഡോക്ടർ അജ്മൽ മുഴീനുണ്ട്, ഹിസ്റ്ററി അധ്യാപകനാണ്, മുക്കം MIMO കോളേജിലെ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇതൊക്കെ എഴുതിയത് അദ്ദേഹമാണ്, അവലോകനം നടത്തിയത് നമ്മുടെ ഓരോ പ്രൊഫഷണൽ അദ്ദേഹമാണ്. അദ്ദേഹം ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ ചെയ്ത ആളാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ പുസ്തകങ്ങൾ മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഔട്ട് ഓഫ് പ്രിൻ്റ് ആയ പുസ്തകം വരെ എൻ്റെ കയ്യിലുണ്ട്. ഔട്ട് ഓഫ് പ്രിൻ്റ് പറഞ്ഞാൽ ഇപ്പം നിലവിൽ കിട്ടാനില്ലാത്ത പുസ്തകങ്ങൾ ഉണ്ട്. അപ്പം ഇങ്ങനെ ആൾക്കാർ, ഡോക്ടർ മോയിൻ മലയമ്മയാണ് ശരിക്കും എൻ്റെ ഈ പുസ്തകത്തിന് ഇവിടെ വന്ന് ആ സംഗതി വിശദീകരിച്ചത്, സൗത്ത് കുടിയത്തൂർ ലൈബ്രറിയിൽ വന്ന് വിശദീകരിച്ചത്. അങ്ങനെ ഇങ്ങനെ ആൾക്കാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്, അവരിങ്ങോട്ടും ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചു, ഒരുപാട് കേരളത്തിലെ മൊയ്ത് മൗലവി അടക്കം അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള ആളുകളെ പറ്റി പറഞ്ഞു. കേരളത്തിലെ മലയാളികളായിട്ടുള്ള സ്വാതന്ത്ര്യ സേനാനികളാണ് ഇതിൽ ഭൂരിഭാഗം ഉള്ളത്. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് പകുതിയിലധികം 170ഓളമൊക്കെ മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ മലയാളികളായിട്ടുള്ള ഈ സ്വാതന്ത്ര്യ സേനാനികളിൽ ഇപ്പോൾ ഇവരല്ലാതെ എടുത്തു പറയാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ വേണ്ടതും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നിയ സ്വാതന്ത്ര്യ സേനാനി ആരാണ്? അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്ത് മൗലവി, മാളു എന്ന പുസ്തകം അടുത്ത് ഇറക്കിയിട്ടുണ്ട്. അത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭാര്യയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദിയുടെ ഭാര്യ മാളു അജുമ്മ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. സ്ത്രീകൾ, അപ്പോൾ സ്ത്രീകളും ഉണ്ടായിരുന്നു, പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നോക്കുമ്പോൾ മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹത്തിൻ്റെ അനിയൻ ഷൗക്കത്ത് അലി, അദ്ദേഹത്തിൻ്റെ ഉമ്മ, അദ്ദേഹത്തിൻ്റെ മൗലാന മുഹമ്മദിയുടെ ഭാര്യ, ഈ 4 പേരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങേയറ്റം പങ്കെടുത്ത ആൾക്കാരാണ്. ആ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ആവേശം കൊടുക്കുള്ളൂ. അതായത് ഈ മൗലാന മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും വിദ്യാഭ്യാസം കൊടുക്കാൻ അമ്മാവന്മാർ സമ്മതിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നൽകാൻ പാടില്ല എന്ന രൂപത്തിലായിരുന്നു. അപ്പോൾ ഉമ്മ നേരെ തൻ്റെ ഒരു സ്നേഹിതയായ അമുസ്ലിം സ്ത്രീയോട് പൈസ വായ്പ വാങ്ങിയിട്ടാണ് ഇവർ രണ്ടാളെ പഠിപ്പിച്ചത്. എന്നിട്ട് ഈ അമുസ്ലിം സ്ത്രീക്ക് തിരിച്ചങ്ങോട്ട് ക്യാഷ് കൊടുത്തതാരാ? അമ്മാവൻ തന്നെയാണ്. അമ്മാവൻ പിന്നെ ഏകദേശം ലെവലായി വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ഉമ്മയും പിന്നെ ഭാര്യയും, അതിലൊരു ചരിത്രത്തിൽ വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു സംഭവമുണ്ട്. ഇവർ ഇങ്ങനെ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുണ്ട്, അതുപോലെ മൗലാന മുഹമ്മദ് അലിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. ഇങ്ങനെ കുറേ പേര് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ വഴിമധ്യേ ബ്രിട്ടീഷുകാർ മൗലാന മുഹമ്മദ് അലിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഭാര്യ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ, നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ഭാര്യ പറഞ്ഞേക്കാണ്. എന്നിട്ട് ഈ ഭാര്യയാണ് മഹാത്മാഗാന്ധിയുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്നത്. ഗാന്ധിജിക്ക് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു മൗലാന മുഹമ്മദ് അലി, പ്രിയപ്പെട്ട ആളായിരുന്നു. ഗാന്ധിജി പലപ്പോഴും പറയാറുണ്ടത് മൗലാന മുഹമ്മദ് അലിയെ പറ്റി. അത് മൗലാന മുഹമ്മദ് അലി ടോപ്പ് സ്പീച്ചാണ്. പല സ്ഥലത്തും പോയിട്ട്, ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങേയറ്റം ആവേശം ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹിസ്റ്ററി, അതുകൊണ്ടാണ് അദ്ദേഹം മോഹൻദാസ് സാഹിബിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് കഴിവ് ഇവിടെയല്ല വിനിയോഗിക്കേണ്ടത്, കേരളത്തിലാണ് വിനിയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ കാരണം അതാണ്. മുസ്ലിം സ്ത്രീകൾ ഈ രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ പേര് ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. ഈ മുസ്ലിം സ്ത്രീകൾ തന്നെ, ഉത്തരേന്ത്യയിലുള്ള മുസ്ലിം സ്ത്രീകൾ, ഈ അതുപോലെ മറ്റു സ്ത്രീകളൊക്കെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തമായ പങ്ക് സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ഇപ്പോൾ വളരെ അത്ഭുതകരമായി ഇപ്പോൾ മുഹമ്മദ് ജോഹറിനെ പറ്റി നമ്മൾ പറയാറുണ്ട്, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പറ്റി പറയാറുണ്ട്, ആൽബുസയെ പറ്റി പറയാറുണ്ട്. ഇതുവരെ സമൂഹം അറിഞ്ഞിട്ടില്ലാത്ത വിധം ഒരു അത്ഭുതം സെല്ലുണ്ടാക്കി, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളൊന്നും എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് തോന്നും വിധമുള്ള ചരിത്ര വായനകളോ എല്ലാം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സംഭവങ്ങളോ ആളുകളോ അത്തരത്തിൽ ഉണ്ട്. മലപ്പുറത്തൊക്കെ ഒരുപാട്, അതായത് എന്നെ അങ്ങേയറ്റം മനസ്സിന് തട്ടിയ ഒരു സംഭവമാണ് ഈ ബ്രിട്ടീഷുകാർ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അവരുടെ സൈന്യവാഹനത്തിൽ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. കടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തി, ഒരു മുസ്ലിം പോരാളി, അദ്ദേഹം ഒരു മാവിൻ്റെ മുകളിൽ കയറി നിന്ന് സ്വയം ഷഹീദായിട്ട് താഴേക്ക് പൊട്ടിത്തെറിച്ച് വീണ് ഈ 15-ലധികം ആൾക്കാർ ഒറ്റയടിക്ക് മരണപ്പെട്ടു. അത് ബ്രിട്ടീഷുകാരെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ച സംഭവമാണ്. അപ്പം ഇതിനൊക്കെ ശരിക്കും പ്രേരണയായത് ഇത്തരം നേതാക്കന്മാർ, ഇപ്പം ഇവരൊക്കെ മൊയ്ത് മൗലവി, അതുപോലുള്ള വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, നമ്മുടെ ആലി മുസ്ലിയാർ, ഇങ്ങനെയുള്ള ആൾക്കാർ മുസ്ലിങ്ങളിൽ പ്രചോദനം നടത്തിയതുകൊണ്ടാണ്. അതുപോലെ പുസ്തകങ്ങൾ ഇപ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലുള്ള, അതുപോലെ തന്നെ ഖാദി മുഹമ്മദിൻ്റെ
പുസ്തകങ്ങളില്ലേ, അത് നമ്മുടെ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് വിവർത്തനം നടത്തിയത്. അതുപോലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളൊക്കെ ഇതിൽ പല സ്ഥലത്തും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ അന്ന് അറബി ഭാഷയും മലയാള ഭാഷയും ഈ ഭാഷയിൽ എഴുതിയ പുസ്തകങ്ങൾ മുസ്ലിങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ എഴുതി പുറത്തിറക്കിയതിൻ്റെ പേരിൽ ഈ മുസ്ലിം പണ്ഡിതന്മാർ അങ്ങേയറ്റം പീഡനം സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നത് യുവത ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അതായത് ഇ.കെ. അഹമ്മദ് സാറ് മുസ്ലിം പണ്ഡിതന്മാരുടെ പങ്ക് എന്ന രൂപത്തിലൊരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിലും മക്തൂമും പൊന്നാനിയും എന്ന് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണ് എഴുതിയ ആ ബുക്കിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. പണ്ഡിതന്മാർക്ക് നല്ലൊരു സ്വാധീനമുണ്ടായിരുന്നു മുസ്ലിം ഇതിലെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനുള്ള. അപ്പോൾ കെ മൗലവിയെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, കെ.എൻ. കുറുപ്പ് തുഹ്ഫത്തുൽ മുജാഹിദീൻ, കെ.എൻ. കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചരിത്ര പണ്ഡിതൻ എന്ന രൂപത്തിൽ മുസ്ലിം ചരിത്രങ്ങളിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് തോന്നുന്നത് യുവതയുടെ ഈ ഒരു പുസ്തകം മലബാർ സമരം എന്നുള്ളത്, ഇത് ഡോക്ടർ കെ.എൻ. കുറുപ്പിൻ്റെയാണ് ഇതിൻ്റെ ജനറൽ എഡിറ്റർ. ഇത് 6 വാള്യങ്ങളുള്ളത്, 6 വാള്യങ്ങളുണ്ട്. ഈ 6 വാള്യങ്ങളും ഞാൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ അന്ന് പ്രീ പബ്ലിക്കേഷൻ ബുക്ക് ചെയ്താൽ ഇങ്ങനെ എടുത്തു നോക്കും. പക്ഷേ ഇതൊരു റെഫറൻസിനല്ല, പൂർണ്ണമായിട്ട് വായിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. എൻ്റെ പുസ്തകങ്ങളൊക്കെ തന്നെ ഞാൻ റെഫറൻസിന് മാത്രമുള്ളത്. ഒരു നോവലൊന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല, സ്റ്റോറീസും കാണാൻ കഴിയില്ല. അപ്പോൾ പി. സുരേന്ദ്രനെ പോലുള്ള ആൾക്കാരുടെ കൃതികൾ ഞാനിവിടെ ശേഖരിച്ചിട്ടുണ്ട്. അദ്ദേഹം നിരന്തരം പഠനം നടത്തി കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം ഇപ്പോൾ അടുത്ത് ഇറക്കിയിരിക്കുന്ന പുസ്തകമുണ്ട്. മലബാർ സമരം നടന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ആ പ്രസാധകർക്ക് ലക്ഷങ്ങൾ ചിലവായി എന്നാണ് പറഞ്ഞത്, സഞ്ചരിച്ചിട്ട് പുറത്തിറക്കിയിരിക്കുന്ന പുസ്തകം. അപ്പോൾ ഈ അമുസ്ലിങ്ങളെ കൂടെ ഈ പഠനം നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്, വളരെയധികം ഇവർ ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇതൊരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല നമുക്ക്. ചരിത്രത്തെ എങ്ങനെ വളച്ചൊടിച്ചാലും അത് തിരിച്ചു വരും. ചരിത്രത്തെ നമുക്കൊരിക്കലും ഇപ്പം ഡോക്ടർ പി. അബ്ദുൽ ഹക്ക് അരീക്കോട്ടുകാരൻ, അദ്ദേഹം വളരെ മുമ്പ് തന്നെ, ഞാൻ അദ്ദേഹത്തെ പഠിച്ചത് ഈ ചില പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം എഴുതാറുണ്ട്, യഥാർത്ഥ ചരിത്രങ്ങൾ. ടിപ്പുവിൻ്റെ ഒക്കെ ചരിത്രം ഇവിടെ എത്രയോ വളച്ചൊടിച്ചിട്ടുണ്ട്. ഈ വളച്ചൊടിച്ചത് നമുക്ക് ശരിക്കും പഠിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ചരിത്രം വേറെ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പുസ്തകം എൻ്റെ കൈ കിട്ടി. ആ പുസ്തകത്തിൽ മലബാർ സമരത്തെ പറ്റി വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ പ്രസാധകരെ പറ്റി പഠിച്ചപ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു പ്രസാധകരാണ് അങ്ങനെ പ്രസിദ്ധീകരിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥ ചരിത്രം അതല്ല. യഥാർത്ഥ ചരിത്രം ശരിക്ക് തപ്പിയാൽ, ഇപ്പം ഗസറ്റിലും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ തപ്പിയാൽ, ഇപ്പം നമുക്കറിയാം അബ്ദുറഹ്മാൻ മങ്ങാട് പോലുള്ള ആൾക്കാർ CH ചെയറല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ, അതിൽ അദ്ദേഹമൊക്കെ നടത്തുന്ന ഒരുപാട് സേവനങ്ങളുണ്ട്. യുവതാ ബുക്സൊക്കെ അദ്ദേഹത്തെ ഇപ്പോൾ വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരിക്കലും ഞാൻ നിർബന്ധപൂർവ്വം പോയതാണ്. പോയി അന്വേഷിച്ച് കണ്ടെത്തി വീട്ടിലെത്തി അദ്ദേഹം ഒരു 2-3 മണിക്കൂർ അവിടെ ചെലവഴിച്ചു. അപ്പോൾ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഓരോ ഭാഗങ്ങളും വേർതിരിച്ച് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ പഴയ നമ്മുടെ പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്ന ആ മാസികകൾ, പുറത്തിറക്കുന്ന മാസികകൾ, ഇതൊക്കെ അദ്ദേഹം കളക്ട്, അതൊക്കെ ഇപ്പോൾ യുവത ശേഖരിച്ചുകൊണ്ട് വക്കം മൗലവിയുടേതും മറ്റുമൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചരിത്രകാരന്മാർ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്നതാണ് വസ്തുത. മുസ്ലിങ്ങൾ ഇത്തരത്തിൽ ഇടപെടുന്ന സമയത്ത് ഇന്ന് അതിനെ വായിക്കുമ്പോൾ അതിന് വർഗീയമായ പല ചാപ്പകളും കൊടുത്ത് അതിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയും കാണാൻ കഴിയും. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വർഗീയത എന്ന് പറയാൻ കഴിയില്ല. അതിൽ വർഗീയത എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കൂടെ അമുസ്ലിങ്ങളും ധാരാളം ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ബ്രഹ്മ നമ്പൂതിരിപ്പാട്, അതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മാധവൻ നായർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേര് മുസ്ലിങ്ങളുടെ കൂടെ, മുസ്ലിങ്ങൾ മാത്രമല്ല ഇവരെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ചില ബ്രിട്ടീഷ് അനുകൂലികളായ ആൾക്കാർ ഇത് വർഗീയമായി ചിത്രീകരിച്ചു എന്നുള്ളതാണ് വസ്തുത. സത്യത്തിൽ മുസ്ലിങ്ങൾ മാത്രം മുന്നേറുന്നൊരവസ്ഥ അല്ല ഉണ്ടായത്. ആ ഭാഗത്തുള്ള തിരുരങ്ങാടി ആണെങ്കിൽ തിരുരങ്ങാടി ഭാഗത്തുള്ള എല്ലാവരും ഇറങ്ങുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടായത്. നിങ്ങൾ ആലി മുസ്ലിയാരുടെ ചരിത്രം പരിശോധിച്ചാൽ ആലി മുസ്ലിയാർ ആഹ്വാനം ചെയ്യുമ്പോൾ ആലി മുസ്ലിയാർ ശരിക്കും മുസ്ലിങ്ങളുടെ നേതാവായിട്ടല്ല അവർ അംഗീകരിക്കുന്നത്, സമൂഹത്തിൻ്റെ ആ നാട്ടിലെ നേതാവായിട്ടാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ആ നാട്ടിലെ നേതാവായി, അതുകൊണ്ടാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഇന്ന് കൂടുതൽ പഠിക്കപ്പെടുന്നത്. അല്ലാതെ മുസ്ലിങ്ങളുടെ മാത്രം ഒരു നേതാവാണെങ്കിൽ ആരെ പഠിക്കാം? ആരും പഠിക്കില്ല. മുഹമ്മദ് റഹ്മാൻ സാഹിബ് കേരള ജനതയുടെ നേതാവായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാവായിട്ടല്ല കുടിയത്തൂരുകാർ അദ്ദേഹത്തെ കാണുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട്ടുകാർ കാണുന്നത്. അദ്ദേഹം ഒരു മുസ്ലിംകളുടെ നേതാവ് മാത്രമല്ല, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള കേരള ജനതയുടെ നേതാവ് എന്ന രൂപത്തിലാണ്. അപ്പം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനെ പറ്റി ഈ രൂപത്തിൽ പഠനം നടക്കണമെങ്കിൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ മതം നേതാവ് പഠനം നടക്കുമോ? ഒരിക്കലും നടക്കില്ല. ഞാൻ പറയില്ല, ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ, എത്ര ഭാഷകളിലാണ് ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ വിവർത്തനം ചെയ്യപ്പെട്ടത്. ഇന്നും ഈ പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരം വിഷയങ്ങളിൽ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. നേരത്തെ ഇറക്കിയിരിക്കുന്ന PMA
ഗഫൂറിൻ്റെ കാലവും കാൽപ്പാടും എന്ന പുസ്തകം. ഇത് എത്രയോ വർഷമായിട്ട് എൻ്റെ അലമാരിയുള്ളതാണ്. യുവത ബുക്സ് ഇറക്കിയ ഈ യുവത ബുക്സ് ഇറക്കിയ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഓരോരുത്തരെയും പറയുന്നുണ്ട്. ഇപ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞാമുദാജി, ആലി മുസ്ലിയാർ, വക്കം മൗലവി, ഈ മൊയ്ത് മൗലവി, ഉണ്ണി മൂസ മൂപ്പൻ, കെ മൗലവി. പിന്നെ നമുക്ക് അങ്ങേയറ്റം സ്മരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്, അതായത് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ സ്വതന്ത്ര സമരസേനാനി അല്ലായിരുന്നോ? ആണ്. വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ ഗാന്ധിജിയെ തൊട്ടു എന്ന് പറഞ്ഞ ഉമ്മയോട് വളരെ സന്തോഷത്തോടെ, ഞാൻ ശരിക്കും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആരാധന എന്ന് പറഞ്ഞാൽ ബഷീറിനെ പറ്റി അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുകയും പല സോവനകളും മറ്റുമൊക്കെ ബഷീറിൻ്റെ കാര്യങ്ങൾ ലേഖനങ്ങളായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ബഷീറിൻ്റെ മകള് ഷാഹിന ബഷീർ പല സന്ദർഭത്തിലും വിളിക്കാറുണ്ട്, വിളിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് അവരെ നേരിട്ട് കണ്ട് ഒരുപാട് പരിപാടിക്ക് ക്ഷണിച്ചാൽ അവർ വരില്ല. കാരണം എന്താ, ഞാനങ്ങനെ സംസാരിക്കുന്ന ആളല്ല സാറേ എന്ന് നിങ്ങൾ അനീസിനെ വേണമെങ്കിൽ വിളിച്ചോളൂ എന്ന് പറയും. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ അങ്ങേയറ്റം ത്യാഗം ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ സമ്പൂർണ്ണ കൃതികൾ 2 വാള്യങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കുന്ന ഒരാൾക്ക് അത് ശരിക്കും ബോധ്യപ്പെടും. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ പങ്ക് അതെ അങ്ങേയറ്റം ബോധ്യപ്പെടും എന്നുള്ള വസ്തുത. ഈ മഹാത്മാഗാന്ധിയെ പറ്റിയൊക്കെ വളരെ രസകരമായ രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ കേരള മുസ്ലിങ്ങളെ പറ്റി ശരിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ഇസ്ലാഹി പണ്ഡിതനായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അങ്ങേയറ്റം എതിരെ പോരാടുന്ന ഒരാളാണ്. അദ്ദേഹം കാശ്മീരിലേക്ക് പോവാണ്. കാശ്മീരിലേക്ക് പോയി അവിടെ നിന്നും ബാൽ ഷെരീഫിലെ ഒരു നബിയുടെ മുടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ കാണിച്ച് അത് പറയാം, ഇത് വെറും ഒരു രോമം, അല്ലാതെ ഇതിനെന്ത് പ്രസക്തിയുള്ളത്? ഇവിടെ ഈ പണ്ഡിതന്മാരാണ് ആൾക്കാരെ വഴിതെറ്റിക്കുന്നത്. ഇതല്ല യഥാർത്ഥ മതം. യഥാർത്ഥ മതം പൗരോഹിത്യം ഒന്നും ഇസ്ലാമിലില്ല. ഞാൻ ആ ലേഖനങ്ങളിൽ വളരെ വിശദമായിട്ട് ഓരോ ഭാഗങ്ങളും എഴുതി അതിലങ്ങനെ പ്രതിപാദിച്ചിരുന്നു. പിന്നെ എൻ്റെ ഏരിയ എങ്ങോട്ട് കടന്നതുകൊണ്ട് ബഷീറിൽ നിന്ന് ഞാൻ മാറിപ്പോയിന്നേ ഉള്ളൂ. ബഷീറിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ബഷീർ എവിടെ പ്രസംഗിക്കുന്നോ അവിടെ ഞങ്ങൾ എത്തും. ഞാൻ എന്തായാലും എത്തും. കോഴിക്കോട് ടൗൺ ഹാളിലൊക്കെ ബഷീറിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ ലൈബ്രറിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുഴുവൻ കൃതികളും ഞങ്ങളുടെ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുന്നുണ്ട്. ഈ ചരിത്ര വായനയിൽ ഇപ്പോൾ വർഗീയമായിട്ടൊരു ആഖ്യാനം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആഖ്യാനം ഉണ്ടാകുന്നതിൽ ചരിത്ര നിർമ്മിതിക്കൊരു പങ്കുണ്ട്. അഥവാ വളരെ നിക്ഷിപ്തമായ ലക്ഷ്യങ്ങളോടുകൂടി ഈ തരത്തിൽ തന്നെ ചരിത്രം നിർമ്മിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിൽ പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സാർ ചരിത്ര വായന അത്തരം ചരിത്രകാരന്മാരെ പറ്റി അതുപോലെ തന്നെ ചരിത്ര സോഴ്സുകളെ പറ്റിയൊക്കെ ഒരു ഫീഡ്ബാക്ക് എന്താണ്? ഇപ്പോൾ പല ആളുകളെ പറ്റിയും പല അഭിപ്രായങ്ങൾ, മാധവനാരെ പറ്റിയൊക്കെ പല കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. അതായത് ബ്രിട്ടീഷ് സോഴ്സുകൾ മലബാർ മാനുവലിലൊക്കെ കാണാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പരന്ന വായനക്കിടയിൽ അത്തരത്തിലുള്ള സോഴ്സുകളെ പറ്റിയും ചരിത്രകാരന്മാരെ പറ്റിയും ചരിത്ര പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ള സാറിൻ്റെ ഒരു കാര്യം. ഞാൻ ആ രംഗത്ത് കൂടുതലായിട്ട് കടന്നിട്ടില്ല. നേരത്തെ പറഞ്ഞില്ല, ഞാനൊരു പുസ്തകം വായിച്ചു, നോവൽ രൂപത്തിൽ മലബാർ സമരത്തെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകം. അത് നോവൽ രൂപത്തിൽ. ആ നോവൽ എന്താ പ്രതിപാദിക്കുന്നത്? മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളെ കൊന്നു, കിണറ്റിൽ കുഴിച്ച് കൂടിയിട്ട് ആ തലയോട്ടി എടുത്തു, ഇതൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലുള്ള പ്രതിപാദിയാണ്. ഈ ഓമശ്ശേരി അടുത്ത് പൂളപ്പൊയിൽ നിന്നും ആ ഭാഗത്ത് ഒരു കിണറ്റിൽ നിന്നും കുറേ തലയോട്ടികൾ കിട്ടി. അത് കിട്ടിയത് ആരാ? ഈ മുസ്ലിങ്ങൾ മുഴുവൻ കൊന്നൊടുക്കിയ ഹിന്ദുക്കളുടെ തലയോട്ടികളാണെന്ന് പറഞ്ഞിട്ട് ആ ചരിത്രം അന്വേഷിച്ച് നോക്കുമ്പോൾ അതിന് യാതൊരു വസ്തുതയില്ല, ഒരു അടിസ്ഥാനമില്ല. ഒരു ബ്രിട്ടീഷുകാർ തന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ച് പോയിട്ടുണ്ട്, എഴുതി വെച്ച് പോയി, ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി പോയി. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലെ ചരിത്രകാരന്മാരും ഇന്ത്യൻ ചരിത്രകാരന്മാരൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇപ്പം അബുൽ ഹസൻ അലി നദവി പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ മലയാളത്തിലേക്ക് വന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവർ പ്രതിപാദിക്കുന്നുണ്ട് ഈ അതായത് പല പണ്ഡിതന്മാരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല യഥാർത്ഥ ചരിത്രം ഇതാണ് എന്നവർ വരച്ച് കാണിക്കുന്നുണ്ട്. യഥാർത്ഥ ചരിത്രം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നിടത്തോളം ഇപ്പുറത്തുനിന്ന് പുറത്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ബ്രിട്ടീഷുകാർ ഇടപെടൽ അന്ന് മുതലേ ശരിക്കും വിഭജിച്ച് ഭരിക്കുക എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എഫേർട്ട് അവരെടുത്തായിട്ടും അതേപോലെ തന്നെ അവിടെ സ്പെഷ്യൽ എഫേർട്ടിൽ മുസ്ലിങ്ങളെ മതപരമായിട്ട് ഇപ്പോൾ കാദിയാനിസൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാണാൻ കഴിയും. മതപരമായിട്ട് മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ഇടപെടലുകൾ. അപ്പം ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ ഇതിൽ എത്രത്തോളമാണ്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ശരിക്ക് ബ്രിട്ടീഷ് ഏജൻ്റ് ആയിരുന്നു എന്ന് പറയാം. പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉറുദുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു പുസ്തകമുണ്ട് 96 രേഖകൾ, മിർസ ഖാദിയാൻ 96 രേഖകൾ. അതിലൊക്കെ മിർസ ഗുലാം ഖാദിയാൻ അദ്ദേഹം പറയുന്നുണ്ട് ബ്രിട്ടീഷ് അനുകൂലമായ ഒരുപാട് കാഴ്ചപ്പാടുകൾ. അതാണ് ഇങ്ങനെ കുറേ ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, മതപരമായ മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കാണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പം ശരിക്ക് ഇന്ത്യൻ ഈ പണ്ഡിത സഭ ഒരിക്കലും തന്നെ ഖാദിയാനികളെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല. ഇന്നും ഇപ്പോൾ അവർ കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പുറത്തിറക്കാതിരിക്കാൻ കാരണം ഇതാണ്. എന്ത്? ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് എല്ലാ വിധത്തിലും ഒത്താശ നൽകിയ ഒരു വ്യക്തിയായിരുന്നുള്ള. ഇങ്ങനെ ചില ടീമിനെ ഇവർ ബ്രിട്ടീഷുകാർക്ക്
ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ അവർ ഉണ്ടാക്കിയെടുത്തിരുന്നത് വളരെ വസ്തുതയാണത്. മുസ്ലിങ്ങളും ഹൈന്ദവരും ഒരുമിച്ച് പോരാടുന്നതിനെ തടയാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചില പ്രത്യേക കാര്യങ്ങൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലബാർ സമരക്കായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അത് പ്രചരണങ്ങളായിട്ടും മുസ്ലിങ്ങൾക്കെതിരെ, മാപ്പിളമാർക്കെതിരെ പ്രത്യേക നടപടികൾ എടുക്കുമ്പോൾ, മാപ്പിളമാർ ഒറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് ചേർന്ന് നിൽക്കുന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് ഈ അവസ്ഥ വരുമ്പോൾ എന്നുള്ള ഭയപ്പെട്ടുകൊണ്ട് അവർ മാറി നിൽക്കുന്നതും, രണ്ടുപേരും വിഭജിക്കുന്നതും, അത്തരത്തിൽ പ്രത്യേക ശിക്ഷാ നടപടികൾ വേറെ കൊടുക്കുന്നതും, അങ്ങനെ ഒരുപാട് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇത്തരത്തിൽ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും വേർതിരിക്കാൻ, പ്രത്യേകിച്ച് ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് എത്രത്തോളമാണ് ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഫോക്കസിനെ നഷ്ടപ്പെടുത്താൻ, അല്ലെങ്കിൽ അതൊരു വർഗീയമായിട്ടുള്ള ആഖ്യാനത്തിലേക്കോ വർഗീയമായിട്ടുള്ള പ്രചരണങ്ങളിലേക്കൊക്കെ നീങ്ങാൻ എത്രത്തോളമാണ് അതിന് സ്വാധീനം ചെയ്തത്? അവർ ഒരുപാട് ബ്രിട്ടീഷുകാർ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ രേഖപ്പെടുത്തി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ ചില പ്രത്യേക കക്ഷികളെ കൂട്ടുപിടിക്കും. പ്രത്യേക കക്ഷികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അധികാരി വർഗം, ഈ അധികാരികളെ ഇവർ കൂട്ടുപിടിച്ചിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാക്കുന്ന ചില ആൾക്കാർ എന്താണെന്ന് പറയുക, ചാരന്മാരായിട്ടുണ്ടാവും. ചാരന്മാരായിട്ട് പ്രത്യേകം ഇപ്പം പിന്നെ കുടിയത്തൂരാണെങ്കിൽ കുടിയത്തൂർ ഒരാളെ പ്രത്യേകം അവർ ഫോക്കസ് ചെയ്യും. ഈ ആൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുക്കും. എന്നിട്ട് ഒറ്റ കൊടുക്കുക എന്ന് പറയല്ലേ, ഈ കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തും അവർ ചെയ്തിട്ടുണ്ട് ആൾക്കാരെ ആക്കിയിട്ട്. ഇവർക്ക് കാരണം എന്താ, നല്ല എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടും. ഈ പോകുന്ന മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഉള്ള ആൾക്കാർ ഈ മുസ്ലിങ്ങൾക്കെതിരെ ഇവർക്ക് റിപ്പോർട്ടുകൾ കൊടുക്കുകയും അതനുസരിച്ച് പിന്നെ അവരെഴുതിയ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ നമ്മൾ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ വിഭജിച്ചു ഭരിക്കുക എന്നുള്ളതാണല്ലോ അവരെ ലക്ഷ്യം തന്നെ, തന്ത്രം തന്നെ. അപ്പോൾ നമ്മുടെ രണ്ടത്താണി സാറ്, അദ്ദേഹം ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട് ഈ വിഷയത്തിലുള്ള വിഭജന തന്ത്രങ്ങളെ പറ്റിയുള്ള ഒരു ബുക്കാണ്. ഞാനത് പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല, ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ടേ ഉള്ളൂ. ഞാൻ അല്ലെങ്കിലും പുസ്തകങ്ങൾ പൂർണ്ണമായിട്ട് വായിക്കുന്ന സ്വഭാവം എനിക്കില്ല. അതായത് ഒരു വിഷയം സബ്ജക്റ്റ് കിട്ടിയാൽ ആ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടത് മാത്രം റെഫർ ചെയ്യുക എന്നുള്ളതല്ലാതെ. ഈ മുഹമ്മദ് അലി ജിന്നയെ പറ്റി ഇതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കണ്ടായാലോ, അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ജിന്നയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ റോൾ, അത് പിന്നെ എങ്ങനെയാണ് ഡൈവേർട്ടഡായി വേറൊരു ലക്ഷ്യത്തിലേക്ക് മാറിപ്പോയത്, എന്തായാലും സാറിൻ്റെ പഠനം? അതിപ്പോൾ പാകിസ്ഥാൻ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ മുഹമ്മദ് അലി ജിന്ന. അപ്പോൾ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ വേണം എന്ന് പറയുന്ന ആളായിരുന്നു. അതിന് മുമ്പ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് പ്രയത്നിച്ച ആളായിരുന്നു. ആണ് അതിൽ അബുൽ കലാം ആസാദിനെ പറ്റി നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അബുൽ കലാം ആസാദ് ശരിക്കും ഹിന്ദു മുസ്ലിം ഐക്യം വേണം എന്ന് പറയുന്ന ആളായിരുന്നു. ശക്തമായിട്ട് പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. നന്നായിട്ട് എഴുതായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഖുറാൻ പരിഭാഷയൊക്കെ ഉണ്ട്, തർജുമാനുൽ ഖുറാൻ, അത് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഉണ്ട് അത്. അബുൽ കലാം ആസാദ് ഞാൻ പ്രത്യേകം വേറെ തന്നെ പഠിച്ചത് എനിക്ക് വളരെ ആവേശമുണ്ട്. ഈ ഡൈവേർഷൻ, ഇങ്ങനെ പാകിസ്ഥാൻ വിഭജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ട് പറഞ്ഞ ഒരു നേതാവാണ് അബുൽ കലാം. അതുകൊണ്ടാണ് നമുക്ക് മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും അബുൽ കലാം ആസാദിനെയും മൂന്ന് പേരെയും ഒന്നിച്ച് നിർത്തിയ ഫോട്ടോസ് നമുക്ക് കിട്ടുന്നത്, ആ കളക്ഷൻസ് നമുക്ക് കിട്ടുന്നത് അതാണ്. രണ്ടുപേരും, അബുൽ കലാം ആസാദ് വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു, മുസ്ലിം സമുദായത്തെ ഉന്നതിയിൽ എത്തിക്കണം എന്നുള്ള ആളായിരുന്നു. ഒരിക്കലും തന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ശത്രുക്കളായി കഴിയാൻ പാടില്ല, മിത്രങ്ങളായി കഴിയണം എന്ന് വളരെ ശക്തമായി വാദിച്ച ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, സ്വർഗത്തു നിന്ന് ഒരു മാലാഖ ഇറങ്ങി വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം, പക്ഷേ നിങ്ങൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഐക്യത്തെ നഷ്ടപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ സ്വാതന്ത്ര്യം വേണ്ട. സ്വാതന്ത്ര്യം വൈകി ലഭിച്ചാലും ഹിന്ദു മുസ്ലിം ഐക്യം നിൽക്കുന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അനൈക്യം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു മഹത് പണ്ഡിതനായിരുന്നു അബുൽ കലാം ആസാദ് എന്നുള്ളതാണ്. വളരെ ഉയർന്ന ചിന്താഗതി. നമുക്കൊന്ന് അങ്ങനെ അദ്ദേഹത്തിന് ആ ചിന്ത, ഇപ്പം ഞാൻ മുസ്ലിം പണ്ഡിതന്മാരിൽ കാണുന്ന ഒരാളാണ് ഇമാം ഗസാലി. ഇമാം ഗസാലിയുടെ ചിന്ത, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇഹ്യാ ഉലൂമുദ്ദീനിൽ അദ്ദേഹത്തിൻ്റെ വലിയ ചിന്തകളാണ് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ അതുപോലെ അബുൽ കലാം ആസാദ് ഒരു വലിയ ചിന്തകനായിരുന്നു, വിദ്യാഭ്യാസ പണ്ഡിതനായിരുന്നു. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം. ആ രൂപത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം മഹാത്മാഗാന്ധിയോടൊപ്പം, മഹാത്മാഗാന്ധിയും സത്യത്തിൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവൊക്കെ ഈ ഇത്തരം മുസ്ലിം നേതാക്കളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗാന്ധിജിയുടെ ചരിത്രവും നമ്മൾ പഠിക്കുമ്പം അദ്ദേഹം ഒരിക്കലും തമ്മിൽ തല്ലുന്നൊരു സ്വഭാവത്തിനുണ്ടായിരുന്നില്ല. ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞു, ഗാന്ധിയെ വിശദമായി പഠിക്കുകയാണെങ്കിൽ ശരിക്ക് അങ്ങനെയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. ഗാന്ധിയുടെ വ്യക്തിപരമായ വിഷയങ്ങളിലെ ചില വിമർശനങ്ങളെ കേൾക്കാമെങ്കിലും സാമൂഹികമായിട്ടും സാമുദായികമായിട്ടും അദ്ദേഹം വളരെ സഹിഷ്ണുതയുള്ള ആളും ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഈ പ്രാദേശിക ചരിത്രം നന്നായിട്ട് തയ്യാറാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പഴമ്പറമ്പിൽ ഒരു വലിയ ഭൂമിയുടെ പൊക്കിൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു കുഴിയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അന്വേഷണം, അദ്ദേഹം പറഞ്ഞത് അത് ആ നാട്ടുകാരന് വേറെ ആളോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അങ്ങനെ ഭൂമിയുടെ പൊക്കിൾ എന്ന് പറഞ്ഞൊരു സ്ഥലം നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ അവർ അവിടേക്ക് ഇറങ്ങിപ്പോയി അപ്പുറത്തേക്ക് ചാടിയ ഒരു ഇതാണത്.
അപ്പോൾ കെ പി ആ കാര്യം പറഞ്ഞു തന്നെ ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഓരോ പ്രദേശവും പല ചരിത്രങ്ങളെയും ചരിത്രം കൊണ്ടുനടക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. തൃക്കളയൂർ ക്ഷേത്രം, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ളൊരു മുസ്ലിയാർ, കോമശ്ശേരി ഭാഗത്തുള്ള പുത്തൂർ ഭാഗത്തുള്ള മുസ്ലിയാർ, അദ്ദേഹം കിണറ്റിൽ പൊട്ടക്കിണറ്റിലായിരുന്നു പറഞ്ഞത്. പൊട്ടക്കിണറ്റിൽ ഒരു ഡെസ്ക് ഇറക്കി. ഇപ്പോൾ ചെറുവാടി ഈ കുടിയത്തൂർ അംശം ദേശം എന്ന പുസ്തകം തയ്യാറാക്കി ഇവിടെ ഉണ്ട് അബ്ദു ചെറുവാടി അദ്ദേഹമാണ് ശരിക്ക് ഈ ഭാഗത്തെ ചരിത്രം ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാഗൺ ട്രാജഡി? അതിൻ്റെ പഴയ കോപ്പി ഇവിടെ ഉണ്ട്, പുതിയ കോപ്പിയും ഇവിടെ ഉണ്ടായിരുന്നു. ഗ്രേസ് ബുക്സ് ഇറക്കിയ വാഗൺ ട്രാജഡിയെ പറ്റിയുള്ള വളരെ വിശദമായിട്ടുള്ളൊരു പഠനം. അദ്ദേഹം ഗവേഷണം നടത്തി സഞ്ചരിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് അബ്ദു ചെറുവാടി. അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ ആ രംഗത്ത് ഉണ്ട്. ഇവിടെ കുറേ പേരുണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ബത്തേരി എന്ന പേര്, സുൽത്താൻ ബത്തേരി എന്ന പേര് വരാൻ കാരണം എന്താ? സുൽത്താൻസ് ബാറ്ററിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ബാറ്ററി ആയിരുന്നു. ഇപ്പോഴും അവിടെയുണ്ട്. അതുകൊണ്ടാണ് സുൽത്താൻ ബത്തേരി. എന്നിട്ട് അവർ പേര് മാറ്റാൻ നോക്കി, വേറൊരു രൂപത്തിലേക്ക് ആക്കാൻ തുടങ്ങി. ഞാൻ വയനാട്ടിൽ 21 വർഷം ഉണ്ടല്ലോ ഈ സംഭവം. ഗണപതി വട്ടം, അപ്പോൾ ബത്തേരി അങ്ങനെയുള്ള. അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. എന്ത് ഈ ക്ഷേത്രങ്ങളൊക്കെ തല്ലിയുടച്ച് ടിപ്പു നടന്നു പോയിന്ന്. അത് ഒരു സ്ഥലത്ത് അങ്ങനെ പ്രതിപാദിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു. അങ്ങനെ ഒരു സംഭവമില്ല എന്നാണ് പറയുന്നത്. ആരോട് അന്വേഷിച്ചത്? ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് അന്വേഷിച്ചത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതിനാണ് ഇത്തരം വളച്ചൊടിച്ചത്. എന്നിട്ട് ടിപ്പു അങ്ങനെ തേരോട്ടം നടത്തിയപ്പോൾ ഇതുണ്ടായി എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയാനാണ്, ഉണ്ടാക്കുകയാണ് ചരിത്രങ്ങൾ ഓരോന്ന്. അപ്പോൾ മുസ്ലിങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ ഇങ്ങനെ ചവിട്ടി താഴ്ത്തണം എന്ന ലക്ഷ്യത്തിലുണ്ടാക്കുന്ന കുറേ ചരിത്രങ്ങളാണ്, വസ്തുതയില്ല. ചിലപ്പോൾ ഈ തേരോട്ടത്തിൽ ചില സംഭവങ്ങൾ. പക്ഷേ ടിപ്പുവിൻ്റെ കോട്ടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ സ്ഥലത്തും ക്ഷേത്രങ്ങളില്ലേ? ഇല്ലേ? പാലക്കാടില്ലേ? പിന്നെ വേറെ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ടിപ്പു ഒരു പള്ളി ഉണ്ടാക്കണ അപ്പുറത്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം. കോട്ടയിലൊക്കെ ഇപ്പോൾ ക്ഷേത്രമാണ് പ്രവർത്തിക്കുന്നത്. അതെ, അതാണുള്ളത്. പിന്നെ എന്തിനാണ് ഈ ചരിത്രം വളച്ചൊടിക്കേണ്ട കാര്യം? ഒരിക്കലും ഇല്ല, അതിന് ആവശ്യമില്ല. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതിനും തൊട്ടു മുമ്പ് സാറിൻ്റെ പഠനം, ജോലി ഒക്കെ എന്തായിരുന്നു പറഞ്ഞാൽ നമുക്ക്. ഞാൻ ഇവിടുന്ന് UP സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറിയിലാണ് പഠിച്ചത്. ഇപ്പോഴും ഞങ്ങളുടെ ആ കൂട്ടായ്മയുണ്ട്. പിന്നെ ഞാൻ നേരെ പുളിക്കൽ മദീനത്തുലും അറബി കോളേജ്. അത് എനിക്ക് പ്രചോദനമേകി മുഹമ്മദ് മദനിയാണ്. മദനിയുടെ ഒരു അടുത്ത് എൻ്റെ വാപ്പ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന. അപ്പോൾ മദനിയോട് പലപ്പോഴും പറയുമ്പോൾ നീ അങ്ങോട്ട് വരണ്ട, കാരണം അവിടെ പട്ടിണിയാണ്, അവിടെ വന്നാൽ എനിക്ക് കഴിയില്ല. നിൻ്റെ വാപ്പ പന്നിക്കൂട് പോയി കച്ചവടം നടത്തി കൊണ്ടുവരുന്നു, ഇവിടെ നന്നായിട്ട് നല്ല ഭക്ഷണമൊക്കെ കിട്ടില്ലേ, അവിടെ പട്ടിണി പോരണ്ടെന്ന് പറയും. അങ്ങനെ പിന്നെ ഞാൻ പറയും എനിക്ക് പോരണമെന്ന് പറയും. അങ്ങനെ അവിടെ ചേർന്നു. 10-30 ആൾ ഞങ്ങളുണ്ടായിരുന്നു. ഔറംഗക്കാടിൻ്റെ ജ്യേഷ്ഠൻ KC അബ്ദുസമദ് ഉണ്ട്, ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതാവസ്ഥ, അവിടെ പട്ടിണിയാണ്, തിന്നാനില്ല. അപ്പോൾ ഓരോ ആഴ്ചയും ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഫാദർ കാശ് തരും, മദനി സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പൈസ തരും. എന്നിട്ട് താഴെ അങ്ങാടിയിൽ വിരാട്ടിയാക്കൻ്റെ കടയിൽ പോയി ചായ എന്തോ കുടിച്ച് അങ്ങനെയാണ് 6 വർഷം അവിടെ കഴിഞ്ഞത്. മദീനത്തുലും പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്നപ്പോൾ ഒരു പരസ്യം കണ്ട്. ആ പരസ്യം കണ്ടപ്പോൾ ജാമിയ സലഫിയയിൽ അഡ്മിഷന് വേണ്ടി അങ്ങനെ 2 വർഷം. അതാണ് എൻ്റെ വഴിത്തിരിവ്. ജാമിയ സലഫിയയിൽ അവിടെ വന്ന പണ്ഡിതന്മാർ പിന്നെ ഇബ്രാഹിം മാഷ്, NV ഇബ്രാഹിം മാഷ് രജിസ്ട്രാർ, അദ്ദേഹം പറയും നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയണം. ഒരിക്കൽ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ലൈബ്രറി സയൻസിൽ ക്ലാസ് എടുത്ത് തരണം. അപ്പോൾ അദ്ദേഹം യഹ്യ ഹാറൂനെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിലെ മേധാവി ARനെ വിളിച്ചിട്ട് ഒരാളെ പറഞ്ഞയച്ചു. 10 ദിവസം ക്ലാസ്. ഹുസൈൻ സലഫി, ഷംസുദ്ദീൻ പാലക്കോട്, ബഷീർ, ഇങ്ങനെ തുടങ്ങിയ MK മുതൽ തുടങ്ങിയ അബ്ദുൽ ലത്തീഫ്, ഇങ്ങനെ ഒരു കുറച്ച് 8-10 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ KP മുഹമ്മദ് മൊലിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എന്താ പറയുന്നത് അത് ചെയ്ത് ഗോളശാസ്ത്രം, ഇങ്ങനെ ഇപ്പം ഹുത്തുബ പരിശീലനം KK മുഹമ്മദ് മുസ്ലിം, ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് തോന്നി, EK അമർ സാർ, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ക്ലാസ്. അത് എനിക്ക് വിവരമില്ലാന്ന് ബോധ്യപ്പെട്ടത്, ഷംസുദ്ദീൻ പാലക്കോട് പലപ്പോഴും വിവരമില്ലാന്ന് ബോധ്യപ്പെട്ടത് അവിടെ എത്തിയപ്പോഴാണ്. ജാമിയ സലഫി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ വയനാട്ടിൽ സ്കൂള് ഒരു സുഹൃത്ത് മോയിൻകുട്ടി മാഷ് പറഞ്ഞ KTFൻ്റെ ഒക്കെ ഒരു നേതാവാണ്, ഇപ്പോൾ സംസ്ഥയുടെ മാനേജറാണ്. അദ്ദേഹം വാപ്പയുടെ ഒരു സ്നേഹിതനാണ്. അങ്ങനെ അവിടെ പോയി സ്കൂളിൽ ചേർന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരൊറ്റ മുസ്ലിം കുട്ടികളില്ലാത്ത സ്കൂളാണ് അറബി പഠിപ്പിക്കാൻ. അങ്ങനെ 6-7 സ്കൂളുണ്ട്. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. പിന്നെ ഞാൻ അവിടെ അവർ പൂതാടി അധികാരിയുടെ സ്കൂളായിരുന്നു, നമ്പ്യന്മാർ, അവർ അധികാരിയുടെ ബന്ധപ്പെട്ടിട്ട് ചേർക്കും. അപ്പോൾ ഞാൻ അറബിക്കും എൻ്റെ സ്നേഹിതൻ മജീദ് മാഷ് ഉറുദു ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ അഡ്മിഷൻ കിട്ടി. പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു ഭാഗമായിട്ട് KK രാമചന്ദ്രൻ മാഷ് മിനിസ്റ്ററായിരുന്ന അയാൾക്കുടെ വർക്ക് ചെയ്ത സ്കൂളാണ്. അയാളുടെ അനിയൻ KK വിശ്വനാഥ മാഷ്, NR സോമ മാഷ്, ഇവരൊക്കെ ഒരു പിതൃതുല്യമായി സ്നേഹിച്ച് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒന്നും നിൽക്കേണ്ടതാണല്ലോ, നിങ്ങൾ ലീവ് എടുത്ത് ട്രെയിനിങ്ങിന് പോകും. അങ്ങനെ വൈഫിനെ അവിടെ ചേർത്തി തന്നു. അങ്ങനെ പിന്നെ PG അലീഗഡിൽ പോയി PG എടുത്തു. ആ 2 വർഷം അലീഗഡിൽ ഡൽഹി മുഴുവൻ ചുറ്റിക്കറങ്ങാനുള്ളൊരു അവസരം കിട്ടി. അതിനുശേഷം സെറ്റും നെറ്റും എഴുതി. പിന്നെ എനിക്കൊരു വാശി തോന്നി, എവിടെയെങ്കിലും കോളേജിലോ ഹയർ സെക്കൻഡറി, അന്ന് വാപ്പക്ക് സുഖമില്ലാത്ത സമയത്ത് നാട്ടിലെത്തണം എന്നുള്ള ചിന്ത വന്നു. വയനാട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. മുട്ടിൽ ജമാലുദ്ദീൻ ഫാറൂഖി, മുസ്തഫ ഫാറൂഖി, ഉസ്മാൻ ജമാലി, ഇവരെ പരിചയം കൊണ്ട് കുട്ടമംഗലത്താണ് താമസിച്ചിരുന്നത്. അവിടെ ഹൈദർ ഉസ്താദ് എൻ്റെ
എന്താ പറയുക ഖലീൽ ഉപ്പ അദ്ദേഹമാണ് ശരിക്കും അവിടുത്തെ ഒരു പരിഷ്കർത്താവ്. പിന്നെ അവിടുന്ന് കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കിട്ടിയത്, കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് PSC കിട്ടിയത്. പിന്നെ NSSൻ്റെ 3 വർഷത്തെ പ്രോഗ്രാം ഓഫീസറായപ്പോഴാണ് ഒരു വിശാലമായ പ്രായത്തിലായിരുന്നു PSC? അത് 43 ലാസ്റ്റ് മൊമെൻറ്റിലാണ് കിട്ടിയത്. ഇവർ തന്നെ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ ട്രെൻഡ് ബുക്സുകാർ. അപ്പോൾ വൈജ്ഞാനിക സാഹിത്യമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചോളാം വരാണ്. പിന്നെ ഇതൊരു നല്ല മൂവ് ചെയ്തൊരു ബുക്കാണ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ എന്നുള്ളത്. എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? 4 പുസ്തകങ്ങൾ. ഇത് ചിന്തിക്കുന്നവർക്ക് പിന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പിന്നെ ഇതെൻ്റെ ഒരു ചെറിയ നല്ല മോശം നല്ല മിസ് എന്ന് പറഞ്ഞാൽ ഈ അധ്യാപന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഈ പുസ്തകങ്ങൾക്ക് ശേഷം അടുത്തൊരു വർക്കും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അടുത്തൊരു വർക്കും കൂടെ അവർ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ചെയ്തത്. 3/4 ഭാഗം വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അത് നന്നായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. വളരെ പ്രസക്തമായിട്ടുള്ള മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കൊക്കെ വെട്ടാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് വളരെ റെലവൻ്റായ ഒരു പുസ്തകം, മുസ്ലിങ്ങളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന് പറയുന്ന പുസ്തകം. അത്തരം വർക്കുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സ്വാതന്ത്ര്യ സമരം, ഈ സ്വാതന്ത്ര്യ ദിനത്തിലും തുടർന്നും നമുക്ക് ചിന്തിക്കാനും അതിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ആളുകൾക്കെതിരെ സാധിക്കുന്ന രീതിയിലൊക്കെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും സാധിക്കേണ്ടതുണ്ട്. ഇവിടെ സാർ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ കേട്ട ഓരോരുത്തർക്കും അടുത്ത ഗസ്റ്റ് റൂമിൽ മറ്റൊരു അതിഥിയുമായിട്ട് കാണാമെന്ന് സൂചിപ്പിച്ച ശേഷം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.